നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു എഴുതുന്ന കുട്ടികൾക്ക് ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു ദിവസം 3 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ ഉറപ്പായാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഒരു 5 വിഷയം പോയിട്ടുള്ള അല്ലെങ്കിൽ 6 വിഷയം പോയിട്ടുള്ളവർക്കും വെറും 10 ദിവസം കൊണ്ട് തീർക്കാം. കാരണം ഇപ്പം നമ്മളൊക്കെ ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഓൺലൈൻ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു വിഷയം എന്ന് പറയുന്നത് മാക്സിമം ഫിസിക്സ് ആയിക്കോട്ടെ കെമിസ്ട്രി ആയിക്കോട്ടെ 5-6 മണിക്കൂറുള്ളൂ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ വീഡിയോസും ക്ലാസ് എല്ലാം. അല്ല നിങ്ങൾ 30 മണിക്കൂർ 50 മണിക്കൂറൊന്നും പഠിക്കേണ്ട. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, വളരെ സിമ്പിൾ ലോജിക്ക് ആലോചിച്ച് നോക്കിയേ. ഒരു 5 മണിക്കൂർ 6 മണിക്കൂർ വെച്ച് ഒരു വിഷയമാണെങ്കിൽ 5 വിഷയമാണെങ്കിൽ 30 മണിക്കൂർ എടുക്കത്തുള്ളൂ. 30 മണിക്കൂർ ഒരു ദിവസം 3 മണിക്കൂർ പഠിക്കുകയാണെങ്കിൽ 10 ദിവസം കൊണ്ട് നമുക്ക് തീർക്കാം. പിന്നെ നമുക്ക് അടിപൊളിയായിട്ട് റിവൈസ് ചെയ്ത് അടിപൊളിയായിട്ട് പോകാം. ഇതാണ് വിജയത്തിൻ്റെ ഏറ്റവും വലിയത് പ്ലസ് ടു പക്ഷേ മിനിമം 3 മണിക്കൂർ പഠിക്കാൻ തയ്യാറാണ്. അത് നിങ്ങൾ വിചാരിക്കും 2 വിഷയങ്ങളുള്ളവർ അന്നേരം 1 മണിക്കൂർ വെച്ച് പഠിച്ചാൽ വേണ്ട. നിങ്ങൾ 3 മണിക്കൂർ വെച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാമെന്നുള്ള ലെവലാകും. അന്നേരം ദിവസം 3 മണിക്കൂർ പഠിക്കാൻ റെഡി ആയിട്ടുള്ള ഒരു കമൻസ് പെട്ടെന്ന് ബോർഡ് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ കമൻസ് ഇടുക. ദിവസം 3 മണിക്കൂർ പഠിക്കാൻ റെഡി ആയിട്ടുള്ളവർ പോലെ നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. നിങ്ങൾ മെസ്സേജ് അയക്കേണ്ട. നിങ്ങൾ മെസ്സേജ് കൃത്യമായിട്ട് അയച്ച് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ അതിന് ടൈപ്പ് ചെയ്ത് മെസ്സേജ് അയച്ചാൽ മതി. അതിനകത്ത് തന്നെ വാട്സപ്പിനകത്ത് തന്നെ നിങ്ങൾ വിളിക്കാതിരിക്കാൻ നോക്കുക. കാരണം കോളുകളും എല്ലാം ആയിരക്കണക്കിന് മെസ്സേജ് ആയിരിക്കും വരുന്നത്. തിരിച്ച് റിപ്ലൈ കിട്ടിയിരിക്കും. നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സ് നമ്പറും പ്ലസ് ടു സബ്ജക്ട്സ് കൃത്യമായിട്ട് കൊടുക്കുക. കൃത്യമായിട്ടും സയൻസുകാർക്കും ഹ്യൂമാനിറ്റീസുകാർക്കും കൊമേഴ്സുകാർക്കും എല്ലാം കൃത്യമായിട്ട് ക്ലാസ്സുകളും കിട്ടും. ഉറപ്പായിട്ടും പ്ലസ് ടു ഈ വട്ടം നമ്മൾ ചരിത്രം ആവർത്തിക്കും. തോറ്റവരുടെ കൂട്ടത്തിൽ എപ്പോഴും മാഷുണ്ട്. നിങ്ങൾ ജയിപ്പിക്കുന്നവരെ കേട്ടോ. നെവർ എവർ ഗിവ് അപ്പ്.